2019 ഏപ്രിൽ 25 വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന ഈ ബാലൻ TV-യിൽ കടൽ പ്രക്ഷുബ്ധമാകുമെന്ന വാർത്ത കണ്ട് കടൽപ്പുറത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ കൂട്ടുകാരെ ഓർത്തുകൊണ്ട് അവർ ദിവസവും കളി കഴിഞ്ഞാൽ കടലിൽ ഇറങ്ങാറുണ്ട് എന്ന കാര്യം ഓർത്തുകൊണ്ട് അവരോട് കടൽ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യം പറയുന്നതിനായി കോടിക്കൽ കടപ്പുറത്തെത്തുകയായിരുന്നു. പക്ഷേ അവൻ എത്തിയപ്പോഴേക്കും അവൻ കണ്ട കാഴ്ച കടൽ തിരകളിൽപ്പെട്ട് രക്ഷപ്പെടാനായി നിലവിളിക്കുന്നതാണ്. കടലിലേക്ക് ചാടിയ അവൻ 2 സുഹൃത്തുക്കളെ രക്ഷപ്പെടുത്തി. മറ്റൊരു സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവന് സ്വജീവൻ നഷ്ടപ്പെട്ടു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനിൽകുമാർ. ഇത് കറണ്ട് അഫയേഴ്സിനെ സംബന്ധിക്കുന്ന 2ാമത്തെ എപ്പിസോഡാണ്. മുൻ എപ്പിസോഡിൽ 2021 ജനുവരിയിൽ സംഭവിച്ച അതിപ്രധാനമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അവയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് കരുതുകയാണ്. ഒപ്പം 1ാം എപ്പിസോഡിൽ സംഭവിച്ച ഒരു ചെറിയ പിഴവ് തിരുത്തുകയാണ്. 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥി എന്ന നിലയിൽ രാഷ്ട്രത്തലവന്മാർ ആരും തന്നെ പങ്കെടുത്തിരുന്നില്ല. 2021 ജനുവരി 26 റിപ്പബ്ലിക് ദിന പരിപാടിയുടെ ഒരു പ്രത്യേകതയാണത്. 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥിയായി നിശ്ചയിച്ചിരുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസണെയായിരുന്നു. എന്നാൽ അദ്ദേഹം പിന്മാറി. അതേ തുടർന്ന് സുരീനാം പ്രസിഡന്റായ ചന്ദ്രിക പ്രസാദ് സന്തോക്കിയെ തീരുമാനിച്ചു. അദ്ദേഹം വരുമെന്ന് കരുതിയിരുന്നതാണ്. എന്നാൽ ആ ദിനത്തിൽ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2021 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പിന്മാറിയതിനെ തുടർന്ന് മുഖ്യാതിഥിയായി നിയോഗിക്കപ്പെട്ടത് ആര് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ചന്ദ്രിക പ്രസാദ് സന്തോക്കി എന്ന് നമുക്ക് ഉത്തരം നൽകാം. പക്ഷേ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത രാഷ്ട്രത്തലവൻ ആര് എന്ന് ചോദിച്ചാൽ രാഷ്ട്രത്തലവന്മാരാരും തന്നെ 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തില്ല എന്നൊരു ഉത്തരമാണ് നൽകേണ്ടത്. ഇന്ത്യ ഗവൺമെൻറ് ആദ്യ പരാക്രം ദിവസമായി ആചരിച്ച ജനുവരി 23 സുഭാഷ് ചന്ദ്രബോസിൻ്റെ 125ാം ജന്മദിനമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട്സിൽ 125ാം ജന്മദിനമെന്ന് കൊടുത്തിരുന്നെങ്കിലും പറഞ്ഞു വന്നപ്പോൾ എവിടെയോ 150ാം ജന്മദിനമെന്ന് ആയിപ്പോയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇത് ഒരു പിൻഡ് കമൻ്റായി ആ എപ്പിസോഡിൽ തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് ശ്രദ്ധിച്ച് കാണും എന്ന് കരുതുന്നു. വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. റിപ്പബ്ലിക് ദിനാഘോഷത്തെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിൻ്റെ ഒരു നിശ്ചല ദൃശ്യമുണ്ടായിരുന്നു എന്ന കാര്യം പറഞ്ഞിരുന്നു. കയർ ഓഫ് കേരള എന്നായിരുന്നു അതിൻ്റെ പേര്. കയറായിരുന്നു പ്രമേയം. എന്നാൽ 2021 റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ അവാർഡ് ലഭ്യമായ നിശ്ചല ദൃശ്യം ഉത്തർപ്രദേശിൻ്റേതായിരുന്നു. നിങ്ങൾക്കിവിടെ ചിത്രത്തിൽ അത് കാണാൻ കഴിയും. അയോധ്യയിലെ രാമക്ഷേത്രമായിരുന്നു പ്രമേയം. 2021 റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ അവാർഡിന് അർഹമായ നിശ്ചല ദൃശ്യം ഏത് സംസ്ഥാനത്തിൻ്റേതായിരുന്നു? ഉത്തർപ്രദേശിൻ്റേതായിരുന്നു. കേരളം അവതരിപ്പിച്ച നിശ്ചല ദൃശ്യത്തിൻ്റെ പേരെന്തായിരുന്നു? കയർ ഓഫ് കേരള. അപ്പോൾ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ അവാർഡിനർഹമായ ടാബ്ലോ അല്ലെങ്കിൽ നിശ്ചല ദൃശ്യം ഉത്തർപ്രദേശിൻ്റേതാണ് എന്ന് നിങ്ങൾക്കറിയാം. 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ ഒരു വിദേശ സൈന്യം പങ്കെടുത്തിരുന്നു. ഏതാണ് ആ വിദേശ സൈന്യം? ബംഗ്ലാദേശ് സൈന്യം. 2021 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ ബംഗ്ലാദേശ് സൈന്യത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. 2016 റിപ്പബ്ലിക് ദിന പരേഡിൽ ഫ്രഞ്ച് സൈന്യം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ആദ്യ വിദേശ സൈന്യം ആരെന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് സൈന്യം എന്നാണ് ഉത്തരം. അത് 2016 2016 റിപ്പബ്ലിക് ഡേക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അന്ന് ഫ്രഞ്ച് പ്രസിഡൻ്റായിരുന്നു റിപ്പബ്ലിക് ദിന പരിപാടിയുടെ മുഖ്യ അതിഥി. 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സൈന്യം ബംഗ്ലാദേശ്. 2021 72ാം റിപ്പബ്ലിക് ദിന പരേഡിൽ നമുക്ക് കേരളീയർക്ക് സുപരിചിതമായ ഒരു മന്ത്രോച്ചാരണം ഉയർന്നു കേട്ടു. എന്താണത്?
സ്വാമിയെ ശരണമയ്യപ്പ. 2021 ജനുവരി 26 72ാം റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രോച്ചാരണം ഉയർത്തിയത് ഇന്ത്യൻ സൈന്യത്തിലെ ഒരു വിഭാഗമാണ്, ബ്രഹ്മോസ് മിസൈൽ റെജിമെൻറ്റ്. 2021 ജനുവരി 26 72ാം റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ ഉയർന്നു കേട്ട കേരളീയരുടെ, മലയാളികളുടെ മന്ത്രം സ്വാമിയെ ശരണമയ്യപ്പ. സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രം ഉച്ചരിച്ചത് ഇന്ത്യൻ സേനയുടെ ബ്രഹ്മോസ് റെജിമെൻറ്റ്. ബീഹാറിലെ 16ാം നമ്പർ റെജിമെൻറ്റിൻ്റെ കമാൻഡിംഗ് ഓഫീസറായിരുന്ന കേണൽ സന്തോഷ് ബാബു നമ്മുടെ മനസ്സിൽ ഇന്ന് നീറുന്ന ഒരു ഓർമ്മയാണ്. 2020 ജൂണിൽ കിഴക്കൻ ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിൽ ചൈനീസ് സൈന്യം അതിക്രമിച്ച് കടന്നപ്പോൾ ചൈനീസ് ആക്രമണത്തിന് ചെറുക്കുന്നതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ട ധീരനായ പോരാളിയാണ് കേണൽ സന്തോഷ് ബാബു. തെലങ്കാന സംസ്ഥാനത്തിലെ സൂര്യാപേട്ട് സ്വദേശിയായ കേണൽ സന്തോഷ് ബാബു. കേണൽ സന്തോഷ് ബാബുവിന് 2021 ജനുവരിയിൽ രാഷ്ട്രപതി പ്രഖ്യാപിച്ച മഹാവീര ചക്ര പുരസ്കാരം ലഭിക്കുകയുണ്ടായി. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക ബഹുമതിയാണ് മഹാവീര ചക്ര. ഏറ്റവും വലിയ സൈനിക ബഹുമതിയായി അറിയപ്പെടുന്നത് പരംവീര ചക്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബഹുമതിയായ മഹാവീര ചക്രം 2021 ജനുവരിയിൽ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അത് ലഭിച്ചത് കേണൽ സന്തോഷ് ബാബുവിനാണ്. 2021 മഹാവീർ ചക്രയ്ക്ക് അർഹനായത് ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിൽ ചൈനീസ് അതിക്രമങ്ങളെ ചെറുക്കുന്നതിനിടെ ജീവത്യാഗം ചെയ്യേണ്ടി വന്ന കേണൽ സന്തോഷ് ബാബു. കേണൽ സന്തോഷ് ബാബു ഗാൽവാൻ യുദ്ധനായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. തെലങ്കാന സ്വദേശി. 2021 ജനുവരിയിൽ രാഷ്ട്രപതി പ്രഖ്യാപിച്ച കീർത്തി ചക്ര ബഹുമതി ലഭിച്ചത് സുബേദാർ സഞ്ജീവ് കുമാറിന്. സുബേദാർ സഞ്ജീവ് കുമാറിന് മരണാനന്തര ബഹുമതിയായാണ് 2021 ജനുവരിയിൽ രാഷ്ട്രപതി പ്രഖ്യാപിച്ച കീർത്തി ചക്ര ബഹുമതി ലഭിച്ചത്. കാശ്മീരിൽ പാക് ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 2020 ഏപ്രിലിൽ വീരമൃത്യു വരിച്ച ധീര സൈനികനാണ് സുബേദാർ സഞ്ജീവ് കുമാർ. വൈസ് അഡ്മിറൽ ആർ ഹരികുമാർ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. കാരണം തിരുവനന്തപുരം സ്വദേശിയായ വൈസ് അഡ്മിറൽ ആർ ഹരികുമാർ മലയാളി കൂടിയാണ്. വൈസ് അഡ്മിറൽ ആർ ഹരികുമാറിന് 2021 ജനുവരിയിൽ പരമോന്നത സേനാ പുരസ്കാരമായ പരമവിശിഷ്ട സേവാ മെഡൽ ലഭിച്ചു. 2021 ജനുവരിയിൽ പരമവിശിഷ്ട സേവാ മെഡൽ ലഭിച്ചത് വൈസ് അഡ്മിറൽ ആർ ഹരികുമാറിന്. വൈസ് അഡ്മിറൽ ആർ ഹരികുമാർ തിരുവനന്തപുരം സ്വദേശി, മലയാളിയാണ്. വൈസ് അഡ്മിറൽ ആർ ഹരികുമാറിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 2021 മാർച്ചിൽ പശ്ചിമ നേവൽ കമാൻഡ് മേധാവിയായി വൈസ് അഡ്മിറൽ ആർ ഹരികുമാർ നിയമിക്കപ്പെട്ടു. ഇപ്പോൾ പശ്ചിമ നേവൽ കമാൻഡ് മേധാവിയാണ് വൈസ് അഡ്മിറൽ ആർ ഹരികുമാർ. ഇന്ത്യൻ രാഷ്ട്രപതി 2021 ജനുവരിയിൽ ദേശീയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ കേരള സ്വദേശിയായ, കോഴിക്കോട് ജില്ലക്കാരനായ ഒരു ബാലൻ രാഷ്ട്രപതിയുടെ ജീവൻ രക്ഷാ പതക്കിന് അർഹനായി. മരണാനന്തര ബഹുമതിയായാണ് ആ ബാലന് അവാർഡ് ലഭിച്ചത്. ആ ബാലന് നിങ്ങൾക്കറിയാം, നമ്മുടെയൊക്കെ മനസ്സിൽ നീറുന്ന ഒരു വേദനയായി നിലനിൽക്കുന്ന കോഴിക്കോട് തിക്കൊടി സ്വദേശിയായ മുഹമ്മദ് മുഹസിൻ. 2019 ഏപ്രിൽ 25 വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന ഈ ബാലൻ TV-യിൽ കടൽ പ്രക്ഷുബ്ധമാകുമെന്ന വാർത്ത കണ്ട് കടൽപ്പുറത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ കൂട്ടുകാരെ ഓർത്തുകൊണ്ട്, അവർ ദിവസവും കളി കഴിഞ്ഞാൽ കടലിൽ ഇറങ്ങാറുണ്ട് എന്ന കാര്യം ഓർത്തുകൊണ്ട് അവരോട് കടൽ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യം പറയുന്നതിനായി കോടിക്കൽ കടപ്പുറത്തെത്തുകയായിരുന്നു. പക്ഷേ അവൻ എത്തിയപ്പോഴേക്കും അവൻ കണ്ട കാഴ്ച കടൽ തിരകളിൽപ്പെട്ട് രക്ഷപ്പെടാനായി നിലവിളിക്കുന്നതാണ്. കടലിലേക്ക് ചാടിയ അവൻ 2 സുഹൃത്തുക്കളെ രക്ഷപ്പെടുത്തി. മറ്റൊരു സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവന് സ്വജീവൻ നഷ്ടപ്പെട്ടു. 2021 ജനുവരിയിൽ ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രഖ്യാപിച്ച
സർവോത്തം ജീവൻ രക്ഷാ പതക് ലഭിച്ച മലയാളി ബാലൻ ഇനി നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല. കോഴിക്കോടുകാരനായ മുഹമ്മദ് മുഹസിൻ 2020 പ്രഖ്യാപിച്ച 2019 ദേശീയ ധീരതാ പുരസ്കാരവും മരണാനന്തര ബഹുമതിയായി മുഹമ്മദ് മുഹസിന് ലഭിക്കുകയുണ്ടായി. 2020 ജനുവരിയിൽ പ്രഖ്യാപിച്ച 2019 ഇന്ത്യൻ കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയറിൻ്റെ ICCW അഭിമന്യു അവാർഡാണ് മരണാനന്തര ബഹുമതിയായി മുഹമ്മദ് മുഹസിന് ലഭിച്ചത്. 2021 ജനുവരിയിൽ രാഷ്ട്രപതി പ്രഖ്യാപിച്ച 2020 സർവോത്തം ജീവൻ രക്ഷാ പതക് മുഹമ്മദ് മുഹസിന് ലഭ്യമായതിനെപ്പറ്റി നാം വിശദമായി ചർച്ച ചെയ്തിരുന്നു. 2020 ജനുവരിയിൽ ഇന്ത്യൻ കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ പ്രഖ്യാപിച്ച 2019 ദേശീയ ധീരതാ പുരസ്കാരങ്ങളിൽ മുഹമ്മദ് മുഹസിന് മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് ICCW അഭിമന്യു അവാർഡ്. ഇന്ത്യൻ കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ കുട്ടികൾക്കായി നൽകുന്ന ധീരതാ പുരസ്കാരങ്ങളിൽ ഏറ്റവും ഉയർന്നത് ഭരത് ധീരതാ പുരസ്കാരമാണ്. 2020 ജനുവരിയിൽ പ്രഖ്യാപിച്ച 2019 ഭരത് ധീരതാ പുരസ്കാരത്തിന് അർഹനായത് കോഴിക്കോട്ട് രാമനാട്ടുകര സ്വദേശിയായ ആദിത്യ കെ. വിനോദയാത്രയ്ക്കിടെ ബസ്സിന് തീപിടിച്ചപ്പോൾ 40 പേരുടെ ജീവൻ രക്ഷിക്കാൻ നടത്തിയ അവസരോചിതമായ ഇടപെടലാണ് ആദിത്യയെ 2020 പ്രഖ്യാപിച്ച 2019 ഭരത് ധീരതാ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഭരത് ധീരതാ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളിയാണ് ആദിത്യ കെ. 2019 മെയ് 1 ആദിത്യയുടെ ജീവിതം മാറ്റിമറിച്ച ആ അപകടം നടന്നത്. യൂണിവേഴ്സിറ്റിയിലെ വിരമിച്ച ജീവനക്കാരുടെ കൂട്ടായ്മയിൽ നേപ്പാളിലേക്ക് നടത്തിയ യാത്രയിൽ മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാറായ മുത്തശ്ശി PK അമ്മിണിക്കും മുത്തശ്ശൻ K നീലകണ്ഠനുമൊപ്പം ആദിത്യയും പോയിരുന്നു. ഇന്ത്യയുടെ അതിർത്തിക്ക് 60 കിലോമീറ്റർ അകലെ വെച്ച് ബസ്സിന് തീപിടിക്കുകയായിരുന്നു. ആദിത്യ അടക്കമുള്ള യാത്രക്കാർ ബസ്സിനകത്തകപ്പെട്ടു. ബസ്സിലുണ്ടായിരുന്ന ചുറ്റിക ഉപയോഗിച്ച് ആദിത്യ പിന്നിലെ ചില്ല് പൊട്ടിക്കുകയും എല്ലാവരെയും പുറത്തെത്തിക്കുകയുമായിരുന്നു. ഏതാനും മിനിറ്റുകൾക്കകം ഡീസൽ ടാങ്ക് പൊട്ടിത്തെറിച്ച് ബസ് തീയിലമർന്നു. 2020 ജനുവരിയിൽ പ്രഖ്യാപിക്കപ്പെട്ട 2019 ഇന്ത്യൻ കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ ധീരതാ പുരസ്കാരങ്ങളിൽ ഭാരത് ധീരതാ പുരസ്കാരത്തിന് അർഹനായത് കോഴിക്കോട് രാമനാട്ട് സ്വദേശി ആദിത്യ കെ. നൽകുന്ന ഏറ്റവും ഉയർന്ന ധീരതാ പുരസ്കാരമാണ് ഭരത് ധീരതാ പുരസ്കാരം. ഭാരത് ധീരതാ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളി ആദിത്യ കെ. ട്രെയിനു മുന്നിൽ നിന്ന് വീട്ടമ്മയെയും പേരക്കുട്ടിയെയും രക്ഷിച്ച വടകര പുതുപ്പണം സ്വദേശി P ഫത്തഹാണ് 2020 പ്രഖ്യാപിച്ച 2019 ധീരതാ പുരസ്കാരം നേടിയ മൂന്നാമത്തെ മലയാളി ബാലൻ. 2021 ഫെബ്രുവരിയിൽ പ്രഖ്യാപിക്കപ്പെട്ട 2020 കുട്ടികളുടെ ധീരതയ്ക്കുള്ള ഇന്ത്യൻ കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ പുരസ്കാരങ്ങളിൽ 3 പുരസ്കാരങ്ങൾ മലയാളി കുട്ടികൾക്ക് ലഭിച്ചു. കുട്ടികളുടെ ധീരതയ്ക്കുള്ള ഇന്ത്യൻ കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ പുരസ്കാരങ്ങളിൽ സ്പെഷ്യൽ അവാർഡ് മലപ്പുറം വേങ്ങരയിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി ഉമർ മുക്തറിന് ലഭിച്ചു. തോട്ടിൽ മുങ്ങിത്താഴ്ന്ന ബന്ധുക്കളായ 2 കുട്ടികളെ സാഹസികമായി രക്ഷിച്ചതിനാണ് 6ാം ക്ലാസ് വിദ്യാർത്ഥി ഉമർ മുക്തർ അവാർഡിന് അർഹനായത്. വയനാട് പാതിരാച്ചാലിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി J കൃഷ്ണൻ ബാബു, മലപ്പുറം വള്ളുവമ്പ്രത്തെ +1 വിദ്യാർത്ഥി K മുഹമ്മദ് ഹംറാസ് എന്നിവർക്ക് ജനറൽ അവാർഡുകൾ ലഭിച്ചു. 2021 ജനുവരിയിൽ ഇടുക്കി ജില്ലയിലെ ഒരു ദേശീയോദ്യാനത്തിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവുള്ള പ്രദേശം കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രാലയം പരിസ്ഥിതി ദുർബല മേഖല അല്ലെങ്കിൽ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിച്ചു. ഏതാണ് ആ ദേശീയോദ്യാനം? മതികെട്ടാൻ ചോല. 2021 ജനുവരിയിൽ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് പാരിസ്ഥിതിക ദുർബല മേഖലയായി പ്രഖ്യാപിച്ചത് ഇടുക്കിയിലെ കേരളത്തിൻ്റെ ദേശീയോദ്യാനമായ മതികെട്ടാൻ ചോലയുടെ 1 കിലോമീറ്റർ ചുറ്റളവുള്ള പ്രദേശമാണ്. വേൾഡ് അക്കാദമി ഓഫ് സയൻസിൻ്റെ യുവശാസ്ത്രജ്ഞനുള്ള അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച ഡോക്ടർ അജിത് പരമേശ്വരൻ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകണം. മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ സ്വദേശിയാണ് ഡോക്ടർ അജിത് പരമേശ്വരൻ. ഡോക്ടർ അജിത് പരമേശ്വരന് വേൾഡ് അക്കാദമി ഓഫ് സയൻസിൻ്റെ യുവശാസ്ത്രജ്ഞനുള്ള അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു. വികസന രാജ്യങ്ങളിലെ മികച്ച ഗവേഷകർക്ക് നൽകുന്നതാണ്
വേൾഡ് അക്കാദമി ഓഫ് സയൻസിൻ്റെ യുവശാസ്ത്രജ്ഞർക്കുള്ള അന്താരാഷ്ട്ര പുരസ്കാരം. 45 വയസ്സിന് താഴെ പ്രായമുള്ള ശാസ്ത്രജ്ഞരെയാണ് പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. 7,30,000 രൂപയാണ് പുരസ്കാരത്തുക. ഇറ്റലിയിലെ വേൾഡ് അക്കാദമി ഓഫ് സയൻസും ചൈനീസ് അക്കാദമി ഓഫ് സയൻസും ചേർന്ന് നൽകുന്ന അവാർഡാണിത്. ഇറ്റലിയിലെ വേൾഡ് അക്കാദമി ഓഫ് സയൻസും ചൈനീസ് അക്കാദമി ഓഫ് സയൻസും ചേർന്ന് നൽകുന്ന പ്രഥമ യുവശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായത് മലയാളിയായ അജിത് പരമേശ്വരൻ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൻ്റെ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ തിയററ്റിക്കൽ സയൻസിലെ ശാസ്ത്രജ്ഞനാണ് അജിത് പരമേശ്വരൻ. അസ്ട്രോഫിസിക്സാണ് അജിത് പരമേശ്വരൻ്റെ ഗവേഷണ മേഖല. 2 തമോദ്വാരങ്ങൾ വൻ സ്ഫോടനത്തിലൂടെ ഒരുമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുരുത്വ തരംഗങ്ങളുടെ പ്രത്യേകത സൈദ്ധാന്തികമായി പഠിക്കുന്ന മേഖലയിലെ ശ്രദ്ധേയമായ ഗവേഷണങ്ങളാണ് അജിത്തിനെ അവാർഡിന് അർഹനാക്കിയത്. വേൾഡ് അക്കാദമി ഓഫ് സയൻസിൻ്റെ യുവശാസ്ത്രജ്ഞർക്കുള്ള പ്രഥമ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ അജിത് പരമേശ്വരനാണ്. മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ സ്വദേശിയാണ് അജിത് പരമേശ്വരൻ. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൊച്ചി മംഗളൂരു പ്രകൃതി വാതക പൈപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി 2021 ജനുവരി 5-ന്. ഒരു രാജ്യം ഒരു വാതക ഗ്രിഡ്, വൺ നേഷൻ വൺ ഗ്യാസ് ഗ്രിഡ് രൂപീകരണത്തിനുള്ള സുപ്രധാനമായ ഒരു ചുവടുവയ്പ്പാണ് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഗെയിലിൻ്റെ കൊച്ചി മംഗളൂരു പ്രകൃതി വാതക പൈപ്പ് ലൈൻ. ഈ പൈപ്പ് ലൈൻ നിർമ്മിച്ചത് ഗെയിലാണ്, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ഗെയിൽ നിർമ്മിച്ച 450 കിലോമീറ്റർ ദൈർഘ്യമുള്ള പ്രകൃതി വാതക പൈപ്പ് ലൈനാണ് കൊച്ചി മുതൽ മാംഗ്ലൂർ വരെയുള്ള പ്രകൃതി വാതക പൈപ്പ് ലൈൻ. കൊച്ചി മാംഗ്ലൂരു പ്രകൃതി വാതക പൈപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി 2021 ജനുവരി 5. ഗെയിലിൻ്റെ പൈപ്പ് ലൈൻ ബന്ധിപ്പിക്കുന്നത് കൊച്ചിയെയും മംഗലാപുരത്തെയും തമ്മിൽ. 2021 ജനുവരിയിൽ ഇന്ത്യൻ കരസേനയുടെ ഹ്യൂമൻ റൈറ്റ്സ് സെല്ലിൻ്റെ ആദ്യ മേധാവിയായി നിയമിതനായത് മേജർ ജനറൽ ഗൗതം ചൗഹാൻ. ഈ പേരോർക്കണം. എന്തുകൊണ്ടെന്നാൽ 2021 ജനുവരിയിൽ ഇന്ത്യൻ കരസേനയുടെ ഹ്യൂമൻ റൈറ്റ്സ് സെല്ലിൻ്റെ ആദ്യ മേധാവിയായി നിയമിക്കപ്പെട്ട വ്യക്തിയാണ് മേജർ ജനറൽ ഗൗതം ചൗഹാൻ. 2021 ഇന്ത്യൻ കരസേനയ്ക്ക് ഒരു ഹ്യൂമൻ റൈറ്റ്സ് സെൽ രൂപീകൃതമാകുന്നത്. 2021 ജനുവരിയിൽ ഇന്ത്യൻ കരസേനയുടെ ഹ്യൂമൻ റൈറ്റ്സ് സെല്ലിൻ്റെ ആദ്യ മേധാവിയായി നിയമിതനായത് മേജർ ജനറൽ ഗൗതം ചൗഹാൻ. 2021 ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗത്വം ലഭിച്ച 5 രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ഇന്ത്യ, നോർവേ, കെനിയ, മെക്സിക്കോ, അയർലാൻഡ് എന്നീ രാജ്യങ്ങൾക്കാണ് 2021 ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗത്വം ലഭിച്ചത്. നമുക്കറിയാം, യുണൈറ്റഡ് നേഷൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ 5 സ്ഥിരാംഗങ്ങളുണ്ട്. ബിഗ് 5 എന്നറിയപ്പെടുന്ന വീറ്റോ അധികാരമുള്ള ആ 5 രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? ചൈന, ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ, അമേരിക്ക. ഐക്യരാഷ്ട്രസഭയിലെ നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ് 10 രാജ്യങ്ങളാണ്. 2 വർഷമാണ് ഓരോ രാജ്യങ്ങളുടെയും കാലാവധി. 2021 ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഇന്ത്യ, നോർവേ, കെനിയ, മെക്സിക്കോ, അയർലൻഡ് എന്നിവയാണ്. 2021 4ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് വേദിയാകുന്നത് തിരുവനന്തപുരം. പ്രത്യേകം ഓർത്തിരിക്കുക, 2021 4ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് വേദിയാകുന്നത് തിരുവനന്തപുരം. 2021 4ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലാണ്. 4ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കപ്പെടുന്നത് കേരളത്തിൽ, തിരുവനന്തപുരത്ത്. 2021 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ജൂറി പാനൽ അംഗമായ മലയാള സംവിധായകൻ പ്രിയദർശനാണ്. 2021 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ജൂറി പാനൽ അംഗമായ മലയാള സംവിധായകൻ പ്രിയദർശൻ. 2021 ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, നോർവേ, കെനിയ, മെക്സിക്കോ, അയർലൻഡ്. മറക്കരുത്, ഇന്ത്യ, നോർവേ, കെനിയ, മെക്സിക്കോ, അയർലൻഡ്. 2021 4ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് വേദിയാകുന്നത് തിരുവനന്തപുരം. 2021 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ജൂറി പാനൽ അംഗമായ മലയാള സംവിധായകൻ പ്രിയദർശൻ. ഇന്ത്യയുടെ 51ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ചെയർമാനായി നിയോഗിക്കപ്പെട്ടത്
പാബ്ലോ സിയർ. ആരാണ് പാബ്ലോ സിയർ? അർജന്റീനിയൻ ചലച്ചിത്ര നിർമ്മാതാവാണ് പാബ്ലോ സിയർ. പാബ്ലോ സിയറിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്മരിക്കുന്നത്? ഇന്ത്യയുടെ 51ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ചെയർമാൻ പാബ്ലോ സിയറാണ്. എന്നാൽ 2021 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ജൂറി പാനൽ അംഗമായ മലയാള സംവിധായകൻ പ്രിയദർശനാണെന്ന് നാം പഠിച്ചിരുന്നു. അതോടൊപ്പം ഇതുകൂടി ഓർത്തു വയ്ക്കുക, ഇന്ത്യയുടെ 51ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ചെയർമാൻ പാബ്ലോ സിയർ അർജന്റീനിയൻ ചലച്ചിത്ര നിർമ്മാതാവാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി അലക്സാണ്ടർ എലിസ് നിയമിക്കപ്പെടുന്നത് 2021 ജനുവരിയിലാണ്. 2021 ജനുവരിയിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി അലക്സാണ്ടർ എലിസ് നിയമിക്കപ്പെട്ടു. മധ്യപ്രദേശ് സർക്കാർ ഏർപ്പെടുത്തിയ പ്രസ്റ്റീജിയസ് അവാർഡാണ് താൻസൻ സമ്മാനം. സംഗീത മേഖലയിലെ അതിപ്രഗത്ഭർക്ക് നൽകുന്ന സമ്മാനമാണിത്. മധ്യപ്രദേശ് സർക്കാർ ഏർപ്പെടുത്തുന്ന 2020 താൻസൻ സമ്മാൻ അവാർഡിന് അർഹനായ വ്യക്തി പണ്ഡിറ്റ് സതീഷ് വ്യാസ്. 2021 ജനുവരിയിലാണ് ഈ അവാർഡ് നൽകപ്പെട്ടത്. 2020 താൻസൻ സമ്മാൻ അവാർഡിന് അർഹനായ വ്യക്തി പണ്ഡിറ്റ് സതീഷ് വ്യാസ്. പണ്ഡിറ്റ് സതീഷ് വ്യാസ് എന്നോർക്കുന്നതിനോടൊപ്പം അദ്ദേഹം ഏത് വാദ്യോപകരണ വിദഗ്ധനാണെന്ന കാര്യം കൂടി ഓർക്കുക. സന്തൂർ എന്ന വാദ്യോപകരണ വിദഗ്ധനാണ്, വിദ്വാനാണ് മധ്യപ്രദേശ് സർക്കാർ ഏർപ്പെടുത്തിയ 2020 താൻസൻ സമ്മാനത്തിന് അർഹനായ പണ്ഡിറ്റ് സതീഷ് വ്യാസ്. 2020 പ്രഖ്യാപിച്ച 2019 താൻസൻ സമ്മാൻ പണ്ഡിറ്റ് വിദ്യാധർ വ്യാസിനാണ് ലഭിച്ചത്. ശ്രദ്ധിക്കുക, 2 പേരുടെയും പേരിൻ്റെ അവസാനം വ്യാസ് എന്നുണ്ട്, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. സതീഷ് വ്യാസ്, വിദ്യാധർ വ്യാസ്. 2019 താൻസൻ സമ്മാൻ അവാർഡിന് അർഹനായത് പണ്ഡിറ്റ് വിദ്യാധർ വ്യാസ്. പണ്ഡിറ്റ് വിദ്യാധർ വ്യാസ് വായ്പാട്ട് രംഗത്ത് അല്ലെങ്കിൽ വോക്കൽ മ്യൂസിക്കിൽ പ്രശസ്തനാണ്. എന്നാൽ 2021 പ്രഖ്യാപിച്ച 2020 താൻസൻ സമ്മാൻ ലഭിച്ചത് പണ്ഡിറ്റ് സതീഷ് വ്യാസ്. സന്തൂർ വാദ്യോപകരണ വിദ്വാനാണ് പണ്ഡിറ്റ് സതീഷ് വ്യാസ്. വായ്പാട്ടിൽ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്ന പണ്ഡിറ്റ് വിദ്യാധർ വ്യാസിന് 2019 താൻസൻ സമ്മാനം ലഭിക്കുകയുണ്ടായി. 2021 ജനുവരിയിൽ നടന്ന സംഭവങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആനുകാലികങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. 2021 ആനുകാലികങ്ങൾ നിരീക്ഷിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആനുകാലികങ്ങൾ നമുക്ക് ലഭിക്കുന്നത് 2021 ജനുവരിയിൽ നിന്നാണ്. ഇനിയും ജനുവരിയിലേതായി പഠിക്കാൻ അവശേഷിക്കുന്ന കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിലൂടെ പഠിച്ചുകൊണ്ടും മറ്റു മാസങ്ങളിലെ ആനുകാലികങ്ങളെ പരിശോധിച്ചുകൊണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ഓരോ എപ്പിസോഡിലൂടെയും നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ നന്നായി പഠിച്ച് മനസ്സിൽ ഉറപ്പിച്ച് വയ്ക്കുക. ആനുകാലികത്തിലെ 20 മാർക്കും നമുക്ക് നേടിയേ മതിയാകൂ. റാങ്ക് ലിസ്റ്റിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്നത് ഒരുപക്ഷെ അതായിരിക്കാം. നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രത്യാശിക്കുകയാണ്. വിദ്യാശംസകൾ. ഗുഡ് ബൈ.